മധ്യകേരളത്തിൽ മഴ ശക്തമാവുകയാണ്. കൊച്ചിയിൽ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പേട്ട താമരശ്ശേരി റോഡിൽ കാർ കനാലിൽ വീണു. തൃശൂർ നഗരത്തിൽ വീടുകളിൽ വെള്ളം കയറി. ഇടുക്കിയിൽ ചെറിയ ഡാമുകൾ തുറന്നു. വരും മണിക്കൂറുകളിലും മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. എറണാകുളത്ത് ശക്തമായ മഴയിൽ പല ഭാഗങ്ങളിലും വെള്ളം കയറി. പേട്ട താമരശ്ശേരി റോഡിൽ കാർ കനാലിൽ വീണു. യാത്രക്കാരനെ ഇറക്കിയ ശേഷം ഗൂഗിൾ മാപ്പ് നോക്കി പോകുന്നതിനിടെയാണ് റോഡിനോട് ചേർന്നുള്ള കനാലിലേക്ക് കാർ വീണത്. ഉടൻ ഡ്രൈവർ കാറിൽ നിന്നിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് വാഹനമുയർത്തി. ഇത് തോടാണ്. ഇതൊക്കെ കോർപ്പറേഷനും ഇത് മുനിസിപ്പാലിറ്റിയാണ്. അപ്പോൾ ആ രണ്ട് ഇതായിട്ട് നിൽക്കുക. ഒന്നും ചെയ്യാനില്ല. ഇവിടെ എല്ലാ വർഷവും എല്ലാവരുടെയും വീട്ടിലേക്ക് വെള്ളവും കയറില്ല. ഇവിടെ നേരെ വെച്ചിട്ട് റിവേഴ്സ് വെച്ച പുള്ളി നേരെ തോട്ടിലേക്ക് പോയി. അവിടം വരെയും പോയി. വണ്ടി ഫുള്ള് താന്നു വരുന്നു. ഇതിന് മുമ്പ് 3 പേര് സ്കൂട്ടറിൽ വീണ്, ഒരു ട്രാവലർ വീണ്. ഇതുവരെയായിട്ട് ആരും നടപടി ഒന്നും എടുത്തിട്ടില്ല. പാലക്കാട് അട്ടപ്പാടി മണ്ണാർക്കാട് മേഖലയിൽ ശക്തമായ മഴ തുടരുന്നു. മണ്ണാർക്കാട് തെങ്കര കാഞ്ഞിരം റോഡിൽ കോൽപ്പാടം ക്രോസ്വേ നിറഞ്ഞൊഴുകി. തൃശൂർ നഗരത്തിലുൾപ്പെടെ ശങ്കരയ്യ റോഡ്, അക്വാട്ടിക് ലൈൻ തുടങ്ങി വിവിധ പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി. ചേലക്കരയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. ദേശീയപാത മുരിങ്ങൂർ കോട്ടമുറിയിൽ 10ഓളം വീടുകളിലേക്കും വെള്ളം കയറി. ദേശീയപാതയുടെ നിർമ്മാണത്തിൽ അപാകതയാണ് വെള്ളം കയറാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇടുക്കിയിൽ അതിശക്തമായ മഴ തുടരുന്നതിനാൽ മലങ്കര, ലോവർ പെരിയാർ, കല്ലാർകുട്ടി, പൊന്മുടി, മാട്ടുപ്പെട്ടി ഡാമുകൾ തുറന്നു. ശക്തമായ മഴയും കാറ്റും തുടരുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.